ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചവരാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചവരാണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും പഠിച്ചു. ഇന്ന് ടെൻസിന്റെ തുടർച്ച എന്ന രൂപത്തിൽ പുതിയൊരു ക്ലാസ് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ക്ലാസ്സുകൾ പോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സും മറ്റ് ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. അതിലൊരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ ആവശ്യമാണ്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഓർത്ത് പുതിയ ക്ലാസ് വീഡിയോയിലേക്ക് കടന്നു വരിക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ടെൻസുകൾ പഠിക്കുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം എന്ത്? ടെൻസുകൾ പഠിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം ഓർമ്മിക്കേണ്ടത് എന്താണ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ ഏതിനും ഒരു ഗോൾ സെറ്റിംഗ് ഉള്ളതുപോലെ തന്നെ ഈ ക്ലാസ്സിനും ഒരു ഗോൾ അച്ചീവ്മെന്റ് ഉണ്ട്. ടെൻസുകൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? വളരെ ക്രിയാത്മകമായി, വളരെ ഈസിയായി ആശയവിനിമയം ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം. അതിന് സഹായകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു ടെൻസ് എന്ന് പറയുന്നത് ബൈഹാർട്ട് പഠിക്കേണ്ട ഡെഫിനിഷൻ ഒന്നുമില്ല. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫങ്ഷണൽ വേർഡ്സ് ആണ്. ടെൻസ് ബേസ്ഡ് വേർഡ്സ്, ഗ്രാമർ വേർഡ്സ്, ഇംഗ്ലീഷ് ബേസിക് വേർഡ്സ് എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഫങ്ഷണൽ വേർഡ്സ് ഉണ്ട് ടെൻസുകളിൽ. ഇപ്പൊ സിമ്പിൾ പ്രസന്റിൽ V1 സിംഗുലർ ആൻഡ് പ്ലൂരൽ, സിമ്പിൾ പാസ്റ്റിൽ V2, സിമ്പിൾ ഫ്യൂച്ചറിൽ വിൽ ഓർ ഷാൽ പ്ലസ് V1. ഫങ്ഷണൽ വേർഡ്സ് ആണ്. ഈ ഫങ്ഷണൽ വേർഡ്സിനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ടെൻസിന്റെ ഫങ്ഷൻ. ഫങ്ഷണൽ ഓർ ഗ്രാമർ വേർഡ്സ് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ്. അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാം? അക്കോർഡിംഗ് ടു ദ ടൈം ആൻഡ് ടെൻസ്. എന്താ 2 വാക്കുകൾ വന്നത്? ടൈം ആൻഡ് ടെൻസ്. അത് നിങ്ങൾക്ക് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ കേൾക്കുമ്പോൾ വ്യക്തമാകും. മലയാളത്തിൽ പറഞ്ഞാൽ ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യാകരണ വാക്കുകളെ ക്രമീകരിച്ചുകൊണ്ട് വളരെ എളുപ്പം ആശയവിനിമയം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ടെൻസ്. ഈ ടെൻസുകൾ പഠിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ പുതിയ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ലഭിച്ച കാര്യം ഓർക്കുന്നുണ്ടോ? MT ടെക്നിക്, MTVN. മറന്നുപോയോ? MT വാസുദേവൻ നായർ. നിങ്ങൾ ഈ ക്ലാസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ ക്ലാസ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ MT വാസുദേവൻ നായരെ അനുസ്മരണ ചടങ്ങുകൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ MT ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ടെൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. M എന്ന് പറയുന്നത് മീനിങ് ആണ്, T എന്ന് പറയുന്നത് ടൈമിംഗ് വേർഡ്സ് ആണ്, V എന്ന് പറയുന്നത് വേർബ് ഫോംസ് ആണ്, ആൻഡ് N എന്ന് പറയുന്നത് നെയിംസ് ഓഫ് ടെൻസസ് ആണ്. കഴിഞ്ഞ ക്ലാസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയിട്ടൊന്ന് കണ്ടിട്ടൊന്നു. അപ്പോൾ ടെൻസ് എന്താണെന്നും ടെൻസ് പഠിക്കാനുള്ള MT ടെക്നിക്ക് എന്താണെന്നും അതുപോലെ തന്നെ ടെൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ടെൻസ് പഠിക്കുന്നതിലൂടെ ഒരു വിദ്യാർത്ഥി ലക്ഷ്യമിടുന്നത് എന്താണെന്നും തുടങ്ങിയ അനുബന്ധ കാര്യങ്ങൾ ആമുഖം എന്ന രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ അതിലത്തെ ഒരു ചർച്ചയിൽ ഒരു അധ്യാപകൻ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് അഭിപ്രായം എന്നറിയോ? ഇൻ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് in Indian English,
The present continuous tense is mostly used. The continuous form of a verb is mostly used. But in international English, other tenses are also given much priority. ഉടനെ തന്നെ ഇത് കേട്ട മറ്റൊരു ഡെലഗേറ്റ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയായിരുന്നു, സർ, ഐ വാസ് നോട്ട് നോട്ടീസിങ് ദാറ്റ്. അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ തന്നെ ING ഫോം വന്നു. എവ്രിബഡി ലാഫ്ഡ് അറ്റ് ഹിം. അത് കളിയാക്കി ചിരിച്ചു എന്ന അർത്ഥത്തിലല്ല. കാരണം ING ഫോം, കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കുന്ന ING ഫോം അധികവും ഇന്ത്യൻ ഇംഗ്ലീഷിൽ കടന്നു വരാറുള്ളത് ഒരു പ്രവണതയാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതേ ഉള്ളൂ. പക്ഷെ ആ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ, എതിര് പറയുമ്പോൾ തന്നെ ING ഫോമിലാണ് പറഞ്ഞത്. സർ, ഐ വാസ് നോട്ട് നോട്ടീസിങ് ദാറ്റ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ്. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ ടെൻസ് പഠിക്കുന്ന രീതികളിൽ MTVN എന്നീ 4 അക്ഷരങ്ങളെ റെഗുലേറ്റഡ് ലേണിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം വളരെ എളുപ്പത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ? റെഗുലേറ്റഡ് ലേണിംഗിൽ ആദ്യം വരുന്നത് നെയിം ഓഫ് എ ടെൻസ് ആണ്. ഇവിടെ ടെൻസിന്റെ പേര് വളരെ വളരെ കൃത്യമാണ്, വളരെ വളരെ വ്യക്തമാണ്. ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മലയാളം? തുടർച്ച വർത്തമാനകാലം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വേർബ് ഫോം. ഹൗ ഈസ് ദ വേർബ് ഫോം ഓഫ് ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? അതിന്റെ സൂത്രവാക്യം ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് VING, ING form of the verb, പ്ലസ് റിമൈനിങ് വേർഡ്സ്, ക്രിയയുടെ അർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. വ്യാകരണത്തിൽ അതിനെ ഓബ്ജക്റ്റ് എന്ന് വിളിക്കാം, അഡ്ജങ്ക്റ്റ് എന്ന് വിളിക്കാം, കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം, വേർബ് എൻലാർജ്മെന്റ് എന്നൊക്കെ വിളിക്കാം. അതൊക്കെ അഡ്വാൻസ്ഡ് ഗ്രാമറിൽ വരുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഇവിടെ നിങ്ങൾ കൃത്യമായി വേർബിന്റെ ഫോം ശ്രദ്ധിക്കുക. ഈസ്, ആം, ആർ. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് VING. ഈസ് സിംഗുലർ, ആം ഐയുടെ കൂടെ, ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്നു, ആർ പ്ലൂരൽ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെന്റൻസുകൾ വരുന്നത് ഇങ്ങനെയാണ്. നൗ ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. You are listening to my class. She is taking down some notes. They are the example sentences of the present continuous tense. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരിക്കും? ആദ്യത്തത് നെയിം ഓഫ് ദ ടെൻസ് കിട്ടി, ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തത് വേർബ് ഫോം കിട്ടി, ഈസ്, ആം, ആർ പ്ലസ് VING. മൂന്നാമത്തത് മീനിങ് ആൻഡ് യൂസസ്. ടെൻസുകളെ സംബന്ധിച്ചിടത്തോളം മീനിങ് ആൻഡ് യൂസസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കെ തുടരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാനും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ an action which is going on at the time of speaking. For example, now I am teaching the present continuous tense. You are all listening to my class, etc. രണ്ടാമത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട അർത്ഥവും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രയോഗവും
വൊക്കേഷൻ അഥവാ പ്രൊഫഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് സംശയം വരും, എന്താ ഈ വൊക്കേഷൻ, എന്താണ് ഈ പ്രൊഫഷൻ? അതിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ ഇൻ ബാംഗ്ലൂർ. It is not necessarily at progress at the time of speaking. ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കെ തുടരുന്ന ഒരു പ്രവൃത്തി ആവണം എന്നില്ല. പക്ഷേ അതൊരു പ്രൊഫഷനെ കാണിക്കുന്ന സെൻറ്റൻസ് എന്ന നിലയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ഇപ്പോൾ ഐ ആം working in Delhi. She is working as a teacher in Bangalore. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പ്രയോഗിക്കാൻ. ഇപ്പോൾ ഗ്രാമർ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് എഴുതേണ്ടി വരുന്നത് മിക്കവാറും പരീക്ഷകളിലൊക്കെ ആയിരിക്കും. കാരണം അവിടെ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ റൂൾസ് ആണ്. എന്നാൽ നമ്മൾ ഓർഡിനറി കോൺവെർസേഷനിൽ നമുക്ക് ആശയവിനിമയം എന്ന ലക്ഷ്യം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഫോളോ ചെയ്യണമെന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിലൂടെ ആ ഒഴുക്കിൽ ആശയവിനിമയം തുടർന്ന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസൊക്കെ ആ നിമിഷം ചിന്തിച്ച് പറയണമെന്നൊന്നുമില്ല. സ്പോക്കൺ ഇംഗ്ലീഷിൽ ദർ ഈസ് എ ഫ്ലോ ഓഫ് എക്സ്പ്രഷൻസ്. അത് നമ്മൾ ഈ പുഴയൊക്കെ ഒഴുകുന്നത് പോലെ. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട യൂസേജാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട യൂസേജ് എന്ന് പറയുന്നത് നിങ്ങൾ 1 by 1 ക്രമീകരിച്ച് തന്നെ പഠിക്കണം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തതും പറഞ്ഞു കഴിഞ്ഞു, ഇതിപ്പോൾ മൂന്നാമത്തതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട യൂസേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു ആക്ഷൻ, അതൊരു പ്ലാൻഡ് ആക്ഷൻ ആയിരിക്കണം. ഒരു നിയർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലെ ഒരു ആക്ഷനെ കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, my uncle is going to Delhi tomorrow. And now he is not going to Delhi, but he is going to Delhi tomorrow. That means he will go to Delhi tomorrow. അതൊരു പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനാണ്, ഒരു നിയർ ഫ്യൂച്ചർ ആക്ഷനാണ്. അങ്ങനെയുള്ള പ്രവൃത്തിയെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ പ്രകടിപ്പിക്കാം. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂസേജ് എന്ന് പറയുന്നത് ഓൾവേസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെന്റൻസുകൾ പറയലാണ്. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓൾവേസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? നമ്മളൊക്കെ മനുഷ്യരാണ്. ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സ് ഡിസ്പ്ലീസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവെൽക്കം ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടി വരുന്നു എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന്, ഒരു ഫ്രണ്ടിനെ കാത്തു നിന്ന് നിങ്ങൾ മടുത്തു. അപ്പോൾ അതൊരു അൺവെൽക്കം സിറ്റുവേഷനാണ്. ഫ്രണ്ടിനെ കണ്ട ഉടനെ നിങ്ങൾ എന്താ പറയുന്നത്? I am always waiting for you. എപ്പോൾ നോക്കിയാലും പറഞ്ഞ സമയത്ത് നീ വരില്ല. അത് നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്, എക്സ്പ്രഷൻ ഓഫ് അവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അത്തരം പ്രയോഗങ്ങൾ നടത്താൻ വളരെ ഉചിതമായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. വ്യാകരണ പുസ്തകത്തിൽ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട മീനിങ്സ് ആൻഡ് യൂസേജസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റ് പ്രയോഗങ്ങളും അനുബന്ധ ക്ലാസ്സുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതിൻ്റെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ ETT ക്യൂസ് എന്ന പേരിൽ 1 by 1 ആയി ലഭിക്കുന്നുണ്ട്.
ഇനി തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഈ തിയറി ക്ലാസ്സുകളെ അടിസ്ഥാനപ്പെടുത്തി മിനിമം 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ എന്ന രൂപത്തിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ഈ മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉപയോഗപ്രദമാകുന്ന പരിശീലന മാതൃകകളായിരിക്കും. ഇനി നമ്മുടെ MT ടെക്നിക് പ്രകാരം ലഭിച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ബാക്കിയുണ്ട്. എന്താണത്? ടി സ്റ്റാൻഡ്സ് ഫോർ, ഇപ്പോൾ MTVNലെ ടി. നമ്മൾ റെഗുലേറ്റഡ് ലേണിംഗിലാണ് ഇവിടെ ആദ്യം ടെൻസിന്റെ പേര് പറഞ്ഞു, പിന്നെ ടെൻസിലെ വേർബ് ഫോം പറഞ്ഞു, അതിനുശേഷം ടെൻസിന്റെ മീനിങ്സ് പറഞ്ഞു. ഇപ്പോൾ ടൈമിംഗ് വേർഡ്സ് അഥവാ ആഡ്വേർബ്സ് യൂസ്ഡ് ഇൻ ദ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ടൈമിംഗ് വേർഡ്സ് അഥവാ ആഡ്വേർബ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ടൈമിംഗ് വേർഡ്സ്. നൗ, റൈറ്റ് നൗ, നൗഎഡേയ്സ്, അറ്റ് പ്രസന്റ്, അറ്റ് ദ മൊമെന്റ്, ടുഡേ, ടുനൈറ്റ്, ദിസ് ടൈം, ദിസ് ഇയർ, എറ്റ്സെട്ര. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സ്ക്രീനിൽ നിന്ന് ഈ വാക്കുകൾ ടൈമിംഗ് വേർഡ്സ് എന്ന രൂപത്തിൽ കൃത്യമായി മനസ്സിരുത്തി പഠിച്ചെടുക്കുക. കാരണം പല സെന്റൻസുകളിലും ഈ ടൈമിംഗ് വേർഡ്സിലെ ചിലവ കടന്നു വരാറുണ്ട്, പ്രത്യേകിച്ച് PSC പരീക്ഷയ്ക്കൊക്കെ. ഉടനെ തന്നെ നിങ്ങൾക്ക് ടെൻസിനെ തിരിച്ചറിയാൻ ഈ വാക്കുകൾ സഹായിക്കും. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെ ഉള്ളൂ എന്നല്ല അർത്ഥം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ സംബന്ധിക്കുന്ന മറ്റു ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്വിക്ക് ടിപ്സ് എന്ന പേരിൽ ടാബുലർ ഫോമിൽ ക്രമീകരിക്കേണ്ടുന്ന ഒരു ഭാഗവും, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്റ്റേറ്റീവ് വേർബ്സ് അഥവാ വേർബ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ക്രിയകളുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അവയുടേതായ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ക്രിയകളാണ് ഗ്രാമറിൽ പ്രത്യേകം സ്പെസിഫിക്കലി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഡയലോഗ് ഉണ്ടാക്കാം എന്നും, അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കടന്നു വരുന്ന ING ഫോം, ചില ക്രിയകളുടെ ING ഫോം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. സ്പെല്ലിംഗ് റൂൾസ്, ഇതിനെ സംബന്ധിക്കുന്ന സ്പെല്ലിംഗ് റൂൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റൺ എന്ന വാക്കൊക്കെ റൺ എന്ന വാക്ക് നമ്മൾ ING ഫോമിൽ ഉപയോഗിക്കുമ്പോൾ RUNING അല്ല, RUNNING ആണ്. അപ്പോൾ ചില സ്പെല്ലിംഗ് റൂൾസും കൂടെ തിരിച്ചറിയുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്രത്യേകമായി ചോദിക്കുന്ന വ്യാകരണ ഭാഗങ്ങളുണ്ട്. അത് ക്വസ്റ്റ്യൻ ടാഗ് ആവട്ടെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകട്ടെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആവട്ടെ, റൈറ്റ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് ആകട്ടെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവട്ടെ, എറർ കറക്ഷൻ ആകട്ടെ, ഇതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പരിശീലിക്കണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇന്ന് പാർട്ട് 1-ൽ ഒരു റീക്യാപ്പ് എന്ന രൂപത്തിൽ, ക്വിക്ക് റീക്യാപ്പ് എന്ന രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇന്ന് പഠിച്ച ടെൻസിന്റെ പേരെന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന വേർബ് ഫോം എന്താണ്, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് VING, അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മീനിങ് ആൻഡ് യൂസസ് അത് ഏതൊക്കെയാണെന്ന് ഓർമ്മിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൈമിംഗ് വേർഡ്സ് അഥവാ ആഡ്വേർബ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ 1-ാം ഭാഗം വളരെ വളരെ വ്യക്തമായി എന്ന് സ്വയം ആശ്വസിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്നും പറയാറുള്ളത് പോലെ, നിങ്ങളോട് ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ, ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ 1-ാമത്തെ ലെവലായ ഇംഗ്ലീഷ് ബേസിക്സ് ആണ് അതിശക്തമായി നിങ്ങളും ഞാനും സംയുക്തമായി
ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയും എൻ്റെയും പരിശ്രമത്തിന് ഫലം സുനിശ്ചിതമാണ്. ഇനിയും ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ ക്ലാസ് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓരോ വീഡിയോയും അടുത്ത ക്ലാസ്സുകളുടെ തുടർ വീഡിയോ എന്ന രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയൊക്കെ കാണാനുള്ള ക്ഷമയും മനസ്സും ആഗ്രഹവും കൃത്യമായ ഒരു ലക്ഷ്യബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്ന ബുദ്ധിമുട്ട് പഠന കാലയളവിലും ജോലി ചെയ്യുന്ന കാലയളവിലും സാമൂഹിക ജീവിതത്തിൽ ഒത്തുചേരുന്ന വേളകളിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഇംഗ്ലീഷ് കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.